ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ലൈഫ് പ്രോസസ്സിലെ പാർട്ട് 2 എന്ന് പറയുന്നത് ടോപ്പിക്കാണ്. അതായത് നമ്മുടെ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ലൈഫ് പ്രോസസ്സ്. ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈഫ് പ്രോസസ്സാണെന്ന് നമ്മൾ പാർട്ട് 1 പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ പാർട്ടിൽ നിങ്ങൾ പഠിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചു വരുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ, ദറ്റ് ഈസ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആൻഡ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിൽ തന്നെ നിങ്ങൾക്ക് പാരാസൈറ്റിക് ന്യൂട്രീഷൻ, ഹോളോസോയിക് ന്യൂട്രീഷൻ ആൻഡ് സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതേപോലെ ഈ ന്യൂട്രീഷൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ടത് നമ്മുടെ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിലുള്ള ഡിഫറെൻറ്റ് 3 പാത്വേസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന 3 പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ഉണ്ട്. ആ 3 സ്റ്റെപ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ ടു ദി ടോപ്പിക് ന്യൂട്രീഷൻ. ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദി ടോപ്പിക് വി ഷുഡ് നോ വാട്ട് ഈസ് ന്യൂട്രീഷൻ. അല്ലേ, ന്യൂട്രീഷൻ എന്താണെന്ന് നമുക്കറിയണം. അല്ലേ, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രീഷൻ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ്. ഓക്കെ, അതായത് നമുക്ക് കിട്ടുന്നത്, നമ്മൾ എടുക്കുന്നത്, അത് നമ്മുടെ ഔട്ട്സൈഡ് ദി ബോഡി. അല്ലേ, നമ്മൾ ഔട്ട്സൈഡ് ദ ബോഡിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫുഡ് കിട്ടുന്നത്. അല്ലെ, സോഴ്സ് ഓഫ് എനർജി നമുക്ക് ഉള്ളിലേക്ക് കിട്ടുന്നത് നമ്മുടെ ബോഡിയുടെ ഔട്ട്സൈഡിൽ നിന്നാണ്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് ആൻഡ് യൂട്ടിലൈസിങ് ദി ഫുഡ്. ഓക്കെ, കിട്ടിയതിന് ശേഷം അതിനെന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഉപയോഗിക്കുകയാണ്, യൂട്ടിലൈസിങ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് ആൻഡ് യൂട്ടിലൈസിങ് ദി ഫുഡ്. ഇറ്റ് ഈസ് ഒബ്റ്റെയിനിങ് ആൻഡ് യൂട്ടിലൈസിങ് ദി ഫുഡ് വിച്ച് ഈസ് ദി സോഴ്സ് ഓഫ് എനർജി. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫുഡാണല്ലേ. ഓക്കെ, സോ ദ ഫുഡ് ഈസ് നീഡഡ് ഫോർ growth, development and maintenance of life. So let us move on to the nutrition topic. So already I told you, when we walk or ride a bicycle we are using up energy. അല്ലേ, നമ്മളൊരു സൈക്കിൾ ചവിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴോ ഒക്കെ നമുക്ക് എന്ത് വേണം? നമ്മൾ എനർജി യൂസപ്പ് ചെയ്യണം. അല്ലേ, നമ്മൾ യൂസ് ചെയ്യാണ്. എന്ത്? നമ്മുടെ ബോഡിയിൽ എനർജി ക്രിയേറ്റ് ചെയ്യാണ്. ആ എനർജി നമ്മൾ യൂസ് ചെയ്യാണ്. എനർജി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നടക്കാനോ അതേപോലെ തന്നെ സൈക്കിള് റൈഡ് ചെയ്യാനൊന്നും പറ്റില്ല. അല്ലേ, ഈവൻ വെൻ വി ആർ നോട്ട് ഡൂയിങ് എനി അപ്പാരൻ്റ് ആക്ടിവിറ്റി, നമ്മൾ ഇനി ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ കൂടി എനർജി ഈസ് നീഡഡ് ടു മെയിൻറ്റെയിൻ എ സ്റ്റേറ്റ് ഓഫ് ഓർഡർ ഇൻ അവർ ബോഡി. ദാറ്റ് ഓൾറെഡി ഐ ടോൾഡ് യു ഇൻ ദി പാർട്ട് 1. അതായത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങുവാണെങ്കിലും എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്? നമ്മുടെ ബോഡിയിൽ ഉറങ്ങുവാണെങ്കിലും മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കണം. അല്ലേ, സോ എനർജി ഈസ് നീഡഡ് when we are riding a bicycle or when we are not doing anything. ഓക്കെ, രണ്ട് രീതിയാണെങ്കിലും നമ്മൾ നന്നായിട്ട് ആക്റ്റീവായിട്ടിരിക്കുന്ന സമയമാണെങ്കിലും അതല്ലാതെ ഇനാക്റ്റീവായിട്ടിരിക്കുന്ന സമയമാണെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തുണ്ടായിരിക്കണം? എനർജി ഉണ്ടായിരിക്കണം. ഓക്കെ, the energy is needed to maintain a state of order in our body. We also need materials from outside. നമുക്ക് എന്ത് വേണം? മെറ്റീരിയൽസ് പുറത്തുനിന്ന് വേണം. അല്ലേ, അകത്ത് എനർജി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? പുറത്തുനിന്ന് കിട്ടിയിരിക്കണം. ഇൻ ഓർഡർ ടു ഗ്രോ, ഡെവലപ്പ്, സിന്തസൈസ് പ്രോട്ടീൻ ആൻഡ് അതർ സബ്സ്റ്റൻസസ് നീഡഡ് ഇൻ ദി ബോഡി. ഓക്കെ, നമ്മുടെ ബോഡീൻ്റെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, സിന്തസൈസ് ഓഫ് പ്രോട്ടീൻ, ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? വി ഓൾസോ നീഡ് മെറ്റീരിയൽ ഫ്രം ദി ഔട്ട്സൈഡ് ഓഫ് അവർ ബോഡി. ഓക്കെ, സോ ദിസ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്? ദിസ് സോഴ്സ് ഓഫ് എനർജി ആൻഡ് മെറ്റീരിയൽ ഈസ് ദി ഫുഡ് വി ഈറ്റ്. സോ whatever the food we eat, we get something from it, right? Not about the junk food I'm saying. So whatever the food items which we are getting naturally, that we are consuming either the source of energy or the materials that are needed to make that kind of energy. Okay, so how do living things get their food? എങ്ങനെയാണ് ഒരു ലിവിങ് തിങ്ങിന് അതിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കിട്ടുന്നത്?
So the general requirement for energy and materials is common in all organisms, but it is fulfilled in different ways. Okay, the general requirement for energy and materials is common in all organism. Okay, അതായത് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എല്ലാ ഓർഗാനിസത്തിനും കോമൺ ആയിട്ട് ആണ് എന്ത് വേണ്ടത്, മെറ്റീരിയൽസ് വേണ്ടത്. ബട്ട് ഇറ്റ് ഈസ് ഫുൾഫിൽഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. പക്ഷേ ആ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്ന വേസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, some organisms use simple food materials obtained from inorganic sources in the form of carbon dioxide and water. അതായത് ചില ഓർഗാനിസംസ് എന്താ ചെയ്യുന്നത്, they use simple food material. Okay, they use simple food material which obtained from inorganic sources in the form of carbon dioxide and water. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബേസിക്കലി ഇത് പ്ലാന്റ്സ്. ഓക്കെ, സോ വിച്ച് ആർ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ്, ദേ ആർ നോൺ ടു ബി ഓട്ടോട്രോഫ്സ്. ഓക്കെ, സെൽഫ് പ്രിപ്പയറിങ്, ദേ ആർ പ്രിപ്പയറിങ് ദെയർ ഓൺ ഫുഡ്. ഓട്ടോട്രോഫ്സ് എന്താ ചെയ്യുന്നത്, ദേ ആർ പ്രിപ്പയറിങ് ദെയർ ഓൺ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യണം. സോ ഇൻക്ലൂഡ്സ് green plants and some bacteria. So examples for these autotrophs are green plants and some bacteria. ഇനി ബാക്കിയുള്ള ഓർഗാനിസത്തിൻ്റെ കാര്യം പറയാണ്. അതർ ഓർഗാനിസം യൂട്ടിലൈസസ് കോംപ്ലെക്സ് സബ്സ്റ്റൻസസ്. ഓക്കെ, സോ വേറെ ബാക്കിയുള്ള ഓർഗാനിസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത്, യൂട്ടിലൈസസ് കോംപ്ലെക്സ് സബ്സ്റ്റൻസസ്. അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ ആണ് ഇവരെന്ത് ചെയ്യുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ദീസ് കോംപ്ലക്സ് സബ്സ്റ്റൻസസ് ഹാവ് ടു ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ വൺസ്. അപ്പോൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ സബ്സ്റ്റൻസ് എന്തായിട്ട് മാറണം, സിംപ്ലർ സബ്സ്റ്റൻസസ് ആയിട്ട് മാറണം, ബിഫോർ ദേ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി അപ്കീപ്പ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദി ബോഡി. ഓക്കെ, ടു അച്ചീവ് ദിസ് ഓർഗാനിസം യൂസ് ബയോകാറ്റലിസ്റ്റ് കോൾഡ് എൻസൈംസ്. അപ്പോൾ നമ്മുടെ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഓർഗാനിസത്തിന് സഹായിക്കുന്നത്, അതായത് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിംപ്ലർ വണ്ണാക്കി മാറ്റാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്, ഈ എൻസൈംസ് ആണ്. ഈ എൻസൈംസിനുള്ള വേറൊരു പേരാണെന്ത്, ബയോ കാറ്റലിസ്റ്റ്. മറന്നു പോകരുത് കേട്ടോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദസ് ദ ഹെറ്ററോട്രോഫ്സ് സർവൈവൽ ഡിപ്പെൻഡ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓൺ ഓട്ടോട്രോഫ്സ്. അപ്പം നമ്മുടെ ഹെറ്ററോട്രോഫ്സിന് എന്താണ്, അവരുടെ ഹെറ്ററോട്രോഫ്സിൻ്റെ സർവൈവലിന് നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഈ ഓട്ടോട്രോഫിക് ഓർഗാനിസത്തിനെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഡിപ്പെൻഡ് ചെയ്യണം. ഓക്കെ, സോ എക്സാമ്പിൾസ് heterotrophic organism include animals and fungi. സോ ഇനി നമുക്ക് ഓട്ടോട്രോഫിക് ന്യൂട്രീഷനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ് ഇൻ ദി പ്രീവിയസ് ക്ലാസ്സസ് ദാറ്റ് ഇറ്റ് ഈസ് സെൽഫ് നറിഷ്മെൻറ്റ് അല്ലേ. ദീസ് ഓർഗാനിസം ആർ പ്രിപ്പയറിങ് ദെയർ ഓൺ ഫുഡ്. ഓക്കെ, ഫ്രം ഇനോർഗാനിക് സബ്സ്റ്റൻസസിൽ നിന്ന് അല്ലെങ്കിൽ സിമ്പിൾ സബ്സ്റ്റൻസസിനെ യൂസ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യാണ്, ഫുഡ് പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. സോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പം ഗ്രീൻ പ്ലാന്റ്സ്, ബാക്ടീരിയ, ഫോട്ടോസിന്തസിസ്, സ്റ്റൊമാറ്റ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, സോ കാർബൺ ആൻഡ് എനർജി റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആർ ഫുൾഫിൽഡ് ബൈ ഫോട്ടോസിന്തസിസ്. സോ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴിയാണ്, ലൈറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്താ, ഫോട്ടോസിന്തസിസ് അല്ലേ. So by the process of photosynthesis, carbon and energy requirement of the autotrophic organisms are fulfilled. ഈ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴിയാണ് നമ്മുടെ ഓട്ടോട്രോഫിക് ഓർഗാനിസത്തിന് എന്ത് കിട്ടുന്നത്, കാർബണും അതേപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള എനർജി റിക്വയർമെൻറ്റ്സും ഏത് വഴിയാണ് കിട്ടുന്നത്, ഈ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് വഴിയാണ്.
So it is the process by which autotrophs takes in substances from the outside and convert them into stored forms of energy. Okay, ഈ പ്രോസസ്സിൽ എന്താണ് നടക്കുന്നത്? It is the process by which autotrophs take in substances from the outside. അവർ പുറത്തു നിന്ന് സബ്സ്റ്റൻസസിനെ ഉള്ളിലേക്ക് എടുക്കുകയും then they convert them into stored forms. അവരതിനെ സ്റ്റോർഡ് ഫോമാക്കി എനർജിയുടെ സ്റ്റോർഡ് ഫോമാക്കി മാറ്റുകയും ചെയ്യുന്നു. This material is taken in the form of carbon dioxide and water, which is converted into carbohydrates in the presence of sunlight and chlorophyll. അപ്പം ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വരുന്നതാണ് ദ ഫോട്ടോസിന്തറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇറ്റ് റിക്വയർ കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ദി ഫോട്ടോസിന്തസിസ് പ്ലസ് ദി വാട്ടർ. Carbon dioxide and water, and major element for this photosynthesis process is light energy. Okay, sunlight is required. നമുക്കറിയാം സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് ആരാണ്? ക്ലോറോഫില്ലാണ് അല്ലേ? നമ്മുടെ പ്ലാന്റ്സിൻ്റെ ലീവ്സിലുള്ള ക്ലോറോഫില്ലാണ് എന്ത് അബ്സോർബ് ചെയ്യുന്നത്? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. സോ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് ഇവർക്ക് വേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് സൺലൈറ്റ്. സോ സൺലൈറ്റ് ആരെ ഹെൽപ്പോട് കൂടിയാണ് അബ്സോർബ് ചെയ്യുന്നത്? ബൈ ദി ഹെൽപ്പ് ഓഫ് ക്ലോറോഫിൽ. ഇനി ഗ്യാസോ? കാർബൺ ഡൈ ഓക്സൈഡ് ആരെ ഹെൽപ്പോട് കൂടിയാണ്? സ്റ്റൊമാറ്റ. Okay, and water is absorbed through their roots. So then it is converted into carbohydrate. അതിനുശേഷം അവർ ഈ ഫോട്ടോസിന്തസിസ് പ്രോസസ്സിന് വേണ്ടി ഇത്രയും റിയാക്റ്റൻസിന് അവർ കണ്ടുപിടിച്ചു. അതിനുശേഷം അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കാർബോഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അവരെന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്തു. ഏത് പ്രോസസ്സിലൂടെ? ഈ ഫോട്ടോസിന്തസിസിലൂടെ അല്ലേ? Carbohydrates are utilized for providing energy to the പ്ലാന്റ്. ഇനി ഈ കാർബോഹൈഡ്രേറ്റ്സിനെയാണ് നമ്മുടെ പ്ലാന്റ്സ് എന്തു ചെയ്യുന്നത്? യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ഫോർ പ്രൊവൈഡിങ് എനർജി ടു ദി പ്ലാന്റ്. സോ കാർബോഹൈഡ്രേറ്റ്സ് which are not used immediately. അപ്പം കാർബോഹൈഡ്രേറ്റ് ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് they will produce the carbohydrate. ഇനി ആ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉപയോഗിക്കാത്ത കാർബോഹൈഡ്രേറ്റ്സിനെ പ്ലാന്റ്സ് എന്താണ് ചെയ്യുക? they will be stored these carbohydrate in the form of starch. അത് അതിൻ്റെ സ്റ്റാർച്ചിൻ്റെ ഫോമിൽ അവരെന്ത് ചെയ്യുന്ന? നമ്മൾ പ്ലാന്റ്സ് അതിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ആൻഡ് ഇറ്റ് വിൽ സെർവ്സ് ആസ് ദി ഇൻറ്റേർണൽ എനർജി reserved to be used as and when required by the plant. ഇനി പ്ലാന്റ്സിന് എപ്പോഴാണോ എനർജി ആവശ്യം അപ്പം ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാർച്ചിനെ അവർ ഉപയോഗിക്കും. ഇത് നമ്മളേൽ കാണുന്നത് പോലെ തന്നെ, അതായത് somewhat similarly is seen in us, where some of the energy derived from the food we eat is stored in our body in the form of glycogen. നമ്മളെ ബോഡിയിൽ നമ്മൾ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത് ഗ്ലൈക്കോജൻ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പോലെ പ്ലാന്റ്സ് കാർബോഹൈഡ്രേറ്റ്സിനെ സ്റ്റാർച്ചിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട് ഫോർ ദി ലേറ്റർ യൂസ്. ഓക്കെ. So this one is our chemical reaction that occurs in the photosynthesis process. That is 6 carbon dioxide and 12 molecules of water in the presence of sunlight and chlorophyll. They will make the glucose, that is C6H12O6, and 6 oxygen molecules and 6 water molecule. Okay, so it's very important. This one is very important. Okay, let us now see what actually happens during the process of photosynthesis. ഇനി ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് എന്താണ് ആക്ച്വലി നടക്കുന്നത്? I already told you there are 3 steps which are very important to be studied in this chapter or in this topic, photosynthesis. Okay, so first step എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണ്?
For the first event in this photosynthesis is absorption of light energy by chlorophyll. Okay, നമുക്കറിയാം നമ്മുടെ ലൈറ്റ് എനർജി ആരാണ് അബ്സോർബ് ചെയ്യുന്ന ആൾ, ക്ലോറോഫില്ലാണ്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഇവൻറ്റ് ഇൻ ദി ഫോട്ടോസിന്തസിസ്. ഫസ്റ്റ് തന്നെ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യാം. Then that light energy has to be converted into chemical energy and also splitting of water molecules into hydrogen ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജൻ ആയിട്ടും ഓക്സിജൻ ആയിട്ടും എന്ത് സ്പ്ലിറ്റ് ചെയ്യണം, നമ്മുടെ വാട്ടർ മോളിക്യൂൾസിൻ്റെ സ്പ്ലിറ്റിങ്ങും നടക്കണം. ഓക്കെ, ദെൻ തേർഡ് ഇവൻ്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്. റിഡക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ടു കാർബോഹൈഡ്രേറ്റ്. റിഡക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ടു കാർബോഹൈഡ്രേറ്റ്. ഈ 3 ഇവൻറ്റ്സ് ആണ് നമ്മുടെ ഫോട്ടോസിന്തസിസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ, കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി, also splitting of water molecules into hydrogen and oxygen, then reduction of carbon dioxide into carbohydrates. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കാനുള്ളത് സ്റ്റൊമാറ്റയാണ്. സ്റ്റൊമാറ്റയെ കുറിച്ചുള്ളതാണ്. സോ ലെറ്റ് us ഡിസ്കസ്. Now let us study how the plant obtains carbon dioxide. നമുക്ക് ഓൾറെഡി അറിയാം ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് സ്റ്റൊമാറ്റയിൽ വെച്ചിട്ടാണ് അല്ലേ. സ്റ്റൊമാറ്റയിൽ വെച്ചിട്ടാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. വിത്ത് ഇറ്റ് ഈസ് എ കാർബൺ ഡൈ ഓക്സൈഡ് ഓർ ഓക്സിജൻ. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നടക്കുന്നത് സ്റ്റൊമാറ്റയിൽ വെച്ചിട്ടാണ്. വി ഹാവ് ടോക്ഡ് അബൌട്ട് സ്റ്റൊമാറ്റ which are tiny pores. അപ്പോൾ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈനി പോർസ്. They are the tiny pores. They are the tiny pores present on the surface of the leaves. അതായത് ലീവ്സിൻ്റെ സർഫേസിൽ കാണുന്ന ടൈനി പോർസിനെയാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. Massive amount of gaseous exchange takes place in the leaves through these pores for the purpose of photosynthesis. ഫോട്ടോസിന്തസിസ് പ്രോസസ്സിൻ്റെ പർപ്പസസിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ ലീഫിൻ്റെ മുകളിലുള്ള ഈ ടൈനി പോഴ്സാണ് ഈ മാസ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന്, മാസീവ് എമൗണ്ട് ഓഫ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ഹിയർ ദാറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് occurs across the surface of stems, roots and leaves as well. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് ലീഫിൽ മാത്രമല്ല നടക്കുന്നത്, പകരം സ്റ്റെംസിലും റൂട്ട്സിലും നടക്കുന്നുണ്ട്. സിൻസ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ക്യാൻ ഓൾസോ ബി ലോസ്റ്റ് ത്രൂ ദീസ് സ്റ്റൊമാറ്റ. അപ്പം ഈ സ്റ്റൊമാറ്റ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് മാത്രമല്ല ട്രാൻസ്പിരേഷൻ അല്ലേ. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് വാട്ടർ. ഓക്കെ, ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ക്യാൻ ഓൾസോ ബി ലോസ്റ്റ് ത്രൂ ദി സ്റ്റൊമാറ്റ. The plant closes the pores when it does not need carbon dioxide. കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമില്ലാത്ത സമയത്ത് ഈ പോർസ് എന്ത് ചെയ്യും? ക്ലോസ്ഡ് ആവും. ഓക്കെ, ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത്. The opening and closing of the pore is a function of the God cell. അപ്പം ഈ പോർസിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗോഡ് സെൽസ് ആണ്. ഓക്കെ, ഗോഡ് സെൽസ് ആണ് ഈ സ്റ്റൊമാറ്റൽ പോർസിനെ ഓപ്പണും അതേപോലെ തന്നെ ക്ലോസിങ്ങിനും സഹായിക്കുന്നത്. ദ ഗോഡ് സെൽസ് സ്വെൽ വെൻ വാട്ടർ ഫ്ലോസ് ഇൻ ടു ദം കോസിങ് ദ സ്റ്റൊമാറ്റൽ പോർ ടു ഓപ്പൺ. എങ്ങനെയാണ് ഈ ഗോഡ് സെല്ല് ഈ ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും സ്റ്റൊമാറ്റൽ പോറിനെ സഹായിക്കുന്നത് വെച്ചാൽ വെൻ വാട്ടർ ഫ്ലോസ് ഇൻ ടു ദം വാട്ട് വിൽ ഹാപ്പൻ? ദ ഗോഡ് സെൽ സ്വെൽസ്. ഓക്കെ, അവരെന്ത് ചെയ്യാൻ തുടങ്ങും? സ്വെല്ല് ചെയ്യാൻ തുടങ്ങും. ആ സ്വെല്ല് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റൊമാറ്റൽ പോറ് ഓപ്പൺ ആവും. ഓക്കെ, സ്വെല്ല് ചെയ്യുന്ന സമയത്ത് സ്റ്റൊമാറ്റൽ പോറ് ഓപ്പൺ ആവും. ഓക്കെ, സിമിലർലി ദ പോർ ക്ലോസസ് ഇഫ് ദി ഗോഡ് സെൽ ഷ്രിങ്ക്. അതേപോലെ തന്നെ ഈ ഗോഡ് സെൽ ഷ്രിങ്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റൊമാറ്റൽ പോർ എന്താവും? ക്ലോസ്ഡ് ആവും. അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അത് വെൻ വാട്ടർ ഫ്ലോസ് ഇൻ ടു ദി വാട്ടർ ഫ്ലോസ് ഇൻ ടു ദി ഗോഡ് സെൽ, അതായത് വാട്ടർ ഈ ഗോഡ് സെല്ലിലേക്ക് വരുന്ന സമയത്ത് ഇതെന്താവാൻ തുടങ്ങും? സ്വെല്ല് ചെയ്യാൻ തുടങ്ങും. അന്നേരം നമുക്ക് നമ്മുടെ സ്റ്റൊമാറ്റൽ പോർ, നമ്മുടെ ലീഫിൻ്റെ സ്റ്റൊമാറ്റൽ പോർ എന്ത് ചെയ്യും? ഓപ്പൺ ആക്കും. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം
അല്ലെങ്കിൽ വാട്ടർ നഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഗോഡ് സെല്ല് ഷ്രിങ്ക് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മുടെ ഗോഡ് സെല്ല് ക്ലോസ്ഡ് ആവും. ഓക്കെ,